തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം കാണുന്നത് കുറേ നമ്പറുകളാണ് അല്ലേ? പക്ഷേ ആ അക്കങ്ങൾക്കും അപ്പുറം ഒരു യഥാർത്ഥ കഥയുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ജനത ഒരു പ്രത്യേക രീതിയിൽ വിധിയെഴുതുന്നത്? ഇന്ന് നമ്മൾ ഡാറ്റയുടെ സഹായത്തോടെ കേരളത്തിലെ നെയ്യാറ്റിൻകരയുടെ രാഷ്ട്രീയ ഹൃദയത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. ഇത് വെറും കണക്കുകളുടെ ഒരു കളിയല്ല, മറിച്ച് ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ്, അവരുടെ പ്രതീക്ഷകളെയും ആശങ്കകളെയും കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള വിശകലനം. അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ പ്രധാനമായും 6 കാര്യങ്ങളിലേക്കാണ് നോക്കുന്നത്. ഓരോന്നും നെയ്യാറ്റിൻകരയുടെ രാഷ്ട്രീയ ഭൂമികയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമായൊരു ചിത്രം തരും. ശരി, നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്കിതിലേക്ക് ആഴത്തിലിറങ്ങാം. നെയ്യാറ്റിൻകരയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മളതിനെ 3ആയിട്ട് കാണണം. 1, തിരക്കേറിയ തീരദേശ പട്ടണം. 2, അതിവിശാലമായ ഇടനാടൻ സമതലങ്ങൾ. പിന്നെ മലയോര മേഖലയുടെ ഒരു തുടക്കം. ഈ ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ ഒരു സ്വഭാവമുണ്ട്, ജീവിത രീതിയുണ്ട്, അതുപോലെ തന്നെ പ്രശ്നങ്ങളുമുണ്ട്. നെയ്യാറ്റിൻകരയുടെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ ഇവിടുത്തെ സാമൂഹിക ഘടന അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ജാതിയും സമുദായവും അതൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഹിന്ദുക്കളിൽ നായർ, ഈഴവ വിഭാഗങ്ങൾക്കും ക്രിസ്ത്യൻ സമൂഹത്തിൽ ലത്തീൻ കത്തോലിക്കർക്കും CSI വിഭാഗത്തിനും നല്ല സ്വാധീനമുണ്ട്. ഈ സമുദായങ്ങളുടെ രാഷ്ട്രീയ ചായ്വുകൾ മനസ്സിലാക്കാതെ ഇവിടുത്തെ രാഷ്ട്രീയം പൂർണ്ണമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. പക്ഷേ ഈ സമുദായത്തിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരെയും ഒരുപോലെ ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടത്തെ യഥാർത്ഥ ദൈനംദിന സംഘർഷങ്ങൾ. ഗൾഫിൽ നിന്നുള്ള പണത്തിന്റെ വരവ് കുറയുന്നത് ഓരോ കുടുംബത്തിന്റെയും ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്നു. യുവാക്കൾക്ക് ജോലി കിട്ടാനില്ല, സാധനങ്ങൾക്ക് തീപിടിച്ച വില, പോരാത്തതിന് കുടിക്കാൻ വെള്ളമില്ല, നല്ല റോഡുകളില്ല. ഇതെല്ലാം കൂടിച്ചേർന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ചൂട് നിർണ്ണയിക്കുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി നമുക്ക് ഡേറ്റ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സിഗ്നലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് ശരിക്കും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് നമുക്ക് കാട്ടിത്തരുന്നത്. ഒന്നാമത്തെ സിഗ്നൽ ഇതാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളും അവർക്ക് കിട്ടുന്ന സർക്കാർ സേവനങ്ങളും തമ്മിലുള്ള ഒരു വലിയ വിടവ്. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. കുടിവെള്ളം, റോഡ്, തൊഴിൽ, വിലക്കയറ്റം, ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഉയർന്ന അല്ലെങ്കിൽ ഇടത്തരം വിടവാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ചും റോഡിന്റെയും തൊഴിലിന്റെയും കാര്യത്തിൽ ഈ വിടവ് വളരെ വലുതാണ്. ഇത് ശരിക്കും ഭരണത്തിലുള്ളവർക്ക് വളരെ വ്യക്തമായൊരു മുന്നറിയിപ്പാണ്. രണ്ടാമത്തെ സിഗ്നലി ഈ കണക്കുകളിലുണ്ട്. LDFന്റെ വോട്ട് ഷെയർ ഏകദേശം 47%-ലേറെ ഏറെക്കുറെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. അതേസമയം UDFന്റെ വോട്ട് വിഹിതം കുറയുന്നു, BJPയുടെ സ്വാധീനം കൂടുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ മത്സരം പതിയെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നൽ ഇതാണ്: വെൽഫെയർ ഫെറ്റീഗ്. അതായത് ക്ഷേമ പദ്ധതികളോടുള്ള ഒരുതരം മടുപ്പ്. നോക്കൂ, സൗജന്യ റേഷനും പെൻഷനുമൊക്കെ തീർച്ചയായും വലിയ ആശ്വാസമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു കുടുംബം മുന്നോട്ടു പോകില്ല. അവർക്ക് സ്ഥിരമായൊരു വരുമാനം വേണം, കുട്ടികൾക്ക് നല്ലൊരു ഭാവി വേണം. അപ്പോ സംഭാഷണം ഇപ്പോൾ താൽക്കാലിക ആശ്വാസങ്ങളിൽ നിന്നും മാറി സ്ഥിരമായ വികസനത്തെക്കുറിച്ചായി മാറിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളെയും അതിലുള്ള ആളുകളെയും അതിലെല്ലാമുപരിയായി വിശ്വാസ്യത എന്ന ഘടകത്തെയും ഒന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ വ്യക്തികളെ മാത്രമല്ല നോക്കുന്നത്, അവർ പ്രവർത്തിക്കുന്ന സിസ്റ്റത്തെയാണ്. നിലവിലെ MLA ശ്രീ K. ആൻസലിന് ശക്തമായൊരു പാർട്ടി മെഷീനറിയുടെ പിന്തുണയുണ്ട്. പക്ഷേ കൊടുത്ത പല വാഗ്ദാനങ്ങളും പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കാത്തത് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസ്യതക്കുറവുണ്ടാക്കിയിട്ടുണ്ട്, ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ്. മറുഭാഗത്ത് പ്രധാന എതിരാളിയായ ശ്രീ R. സെൽവരാജിന് ഏകദേശം 37% വോട്ടുകളുടെ ഉറച്ച ഒരു അടിത്തറയുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ അദ്ദേഹത്തിന് അവസരമുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാന ചോദ്യം, ആരാണ് ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ നേടുന്നത് എന്നതാണ്. ഇവിടെയാണ് നമ്മളൊരു അടിസ്ഥാനപരമായ കാര്യത്തിലേക്ക് വരുന്നത്. ഒരു പൗരന്റെ അന്തസ്സ് അയാൾ തന്റെ പ്രതിനിധിയിൽ അർപ്പിക്കുന്ന വിശ്വാസവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൊതുവേദിയിൽ പറയുന്ന വാക്കുകൾക്ക് ഭയങ്കര ഉത്തരവാദിത്വമുണ്ട്. അതൊരു വെറും പ്രസംഗമല്ല, ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് ലംഘിക്കപ്പെടുമ്പോൾ അത് ജനങ്ങളുടെ വിശ്വാസത്തിനേൽക്കുന്ന ഒരു മുറിവ് തന്നെയാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അതിനപ്പുറം നെയ്യാറ്റിൻകരയിലെ വോട്ടിംഗ് രീതികളെ സ്വാധീനിക്കുന്ന ചില ദീർഘകാല പ്രവണതകളുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ഈ സ്ലൈഡ് ആ മാറ്റം വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. പണ്ടൊക്കെ ആളുകൾ പ്രധാനമായും ജാതിയും സമുദായവുമൊക്കെ നോക്കിയാണ് വോട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്നത്തെ വോട്ടർമാർ കൂടുതൽ പ്രായോഗികമായി ചിന്തിക്കുന്നു. അവർക്ക് വേണ്ടത് തങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നവരെയാണ്. അതോടൊപ്പം ഗൾഫിൽ നിന്ന് മടങ്ങിവരുന്നവരുടെ പുതിയ ആവശ്യങ്ങളും അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റവും പുതിയ രാഷ്ട്രീയ ശക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണത്തിലെ വീഴ്ചകൾ ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിൻ്റെ നേർചിത്രങ്ങളാണിത്. ഇതൊന്നും വെറും കണക്കുകളല്ല, ഓരോ മനുഷ്യന്റെയും ജീവിതമാണ്.
ചെങ്കൽ പഞ്ചായത്തുള്ളവർക്ക് ഇന്നും ശുദ്ധമായ കുടിവെള്ളം ഒരു കിട്ടാക്കനിയാണ്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണെങ്കിൽ ആവശ്യത്തിന് സൗകര്യങ്ങളുമില്ല. ഇതുപോലെ ഓരോ പഞ്ചായത്തിലും ജനങ്ങൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, തീർച്ച. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി എങ്ങനെ ഇതിനൊരു പരിഹാരം കാണാം, എങ്ങനെ ഫലപ്രദമായൊരു ഭരണത്തിന് രൂപം നൽകാമെന്നതിലേക്ക് നമുക്ക് കടക്കാം. ഇത് കേവലം ഒരു വിശകലനം മാത്രമല്ല, ഒരു പ്രവർത്തന പദ്ധതി കൂടിയാണ്. ഒരു ഫലപ്രദമായ നേതൃത്വത്തിനു വേണ്ട ഒരു സമഗ്രമായ തന്ത്രമാണ് ചതുർമുഖ സിദ്ധാന്തം. ഇതിന് 4 മുഖങ്ങളുണ്ട്. 1 ശിവൻ, അതായത് സിസ്റ്റത്തിലെ തെറ്റുകളെയും പരാജയങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ഒരു കരുത്ത്. 2 വിഷ്ണു, സ്ഥിരതയുള്ള ഭരണവും സാമൂഹിക ഐക്യവും ഉറപ്പു നൽകുന്ന ഒരു സംരക്ഷകന്റെ ഭാവം. 3 ബ്രഹ്മാവ്, തൊഴിലവസരങ്ങൾ, പുതിയ സാങ്കേതികവിദ്യ, അങ്ങനെ നാളേക്കു വേണ്ടിയുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുക. 4 ദുർഗ, ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ആരോഗ്യവും സുരക്ഷയും ഒരു കവചം പോലെ സംരക്ഷിക്കൽ. ഈ 4 ഭാവങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ നേതൃത്വം ഉണ്ടാകുന്നത്. ജനങ്ങളുടെ വിശ്വാസം പെട്ടെന്ന് വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണിത്. 1 ശുദ്ധമായ കുടിവെള്ളം. അടഞ്ഞുകിടക്കുന്ന കനാലുകൾ വൃത്തിയാക്കി പുതിയ വാട്ടർ ടാങ്കുകൾ സ്ഥാപിച്ച് ഇത് ഉറപ്പാക്കാം. 2 ആധുനിക റോഡ് ശൃംഖല. പ്രധാന റോഡുകൾ നവീകരിക്കണം, ഉൾനാടൻ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണം. 3 മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം. ജനറൽ ആശുപത്രിയിൽ ആധുനിക സ്കാനറുകൾ പോലുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരണം, മൊബൈൽ ക്ലിനിക്കുകൾ തുടങ്ങണം. ഇവയ്ക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ രൂപരേഖ നടപ്പിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. അതാണ് ഈ അവസാന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനൊരൊറ്റ ഉത്തരമേയുള്ളൂ: കൃത്യതയുള്ള ഭരണത്തിലൂടെ. അതായത് ഓരോ വിഭാഗം ജനങ്ങളെയും ശ്രദ്ധയോടെ കേൾക്കണം. യുവാക്കൾ, കർഷകർ, ഗൾഫിൽ നിന്ന് തിരികെ വന്നവർ, ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. എല്ലാവരെയും കേൾക്കുന്നു, പരിഗണിക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാകുമ്പോൾ വിശ്വാസം താനേ വളർന്നുവരും. വിശ്വാസം കെട്ടിപ്പടുക്കുന്നതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണിത്. ജനങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അത് വളരെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യണം. ഇന്ത്യയുടെ പുതിയ ഡാറ്റാ സംരക്ഷണ നിയമം പറയുന്നതും അതുതന്നെയാണ്. ഓരോ പൗരന്റെയും വിവരങ്ങൾ ബഹുമാനത്തോടെ, അവരുടെ സമ്മതത്തോടെ, കൃത്യമായ ഉദ്ദേശ്യത്തിനുവേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇത് നിയമം അനുസരിക്കൽ മാത്രമല്ല, ജനങ്ങളോടുള്ള ബഹുമാനത്തിന്റെ ഭാഗം കൂടിയാണ്. ഈ വിശകലനത്തിന്റെ കാതലിതാണ്: വെറും വാഗ്ദാനങ്ങളുടെ രാഷ്ട്രീയം ഇനി വില പോവില്ല. പകരം ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഭരണം നടത്തുമ്പോൾ ജനാധിപത്യം കൂടുതൽ ശക്തിപ്പെടും. നേതാവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ജനങ്ങൾക്ക് തങ്ങൾ പരിഗണിക്കപ്പെടുന്നു എന്ന് തോന്നും. അവസാനം നമ്മുടെ എല്ലാം ലക്ഷ്യം ഇതായിരിക്കണം: ശുദ്ധമായ വെള്ളം, സുരക്ഷിതമായ റോഡുകൾ, യുവാക്കൾക്ക് അവസരങ്ങൾ, പിന്നെ ഓരോ ശബ്ദത്തിനും വിലയുള്ള ഒരു നെയ്യാറ്റിൻകര. ഇത് വെറുമൊരു മുദ്രാവാക്യമല്ല, ജനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ ആത്യന്തികമായ കാഴ്ചപ്പാടാണ്. നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ ID mgr@blueprintstrategies.ai അല്ലെങ്കിൽ 080-4204-1602 എന്ന നമ്പറിൽ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.